എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആൻഡ് പെർഫെക്റ്റ് കോക്കനട്ട് ലഡു എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ റെസിപ്പി ഒരു ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് ലഡു റെസിപ്പിയാണെന്ന് പറയാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കോക്കനട്ട് ലഡു റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചൂടായ പാനിലോട്ട് ചിരകിയ തേങ്ങയാണ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ടോട്ടൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് ഞാനിവിടെ ചെയ്ത് വെക്കുന്നത്. സ്റ്റോർ ചെയ്യാൻ മാത്രമുള്ളത് ഉണ്ടാക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. വളരെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. കളർ ഒരിക്കലും മാറിപ്പോകരുത്. ഈ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് വേണം. ഒരു 2 to 3 മിനിറ്റ്സ് നേരത്തേക്ക് മാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 2 to 3 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ തേങ്ങയിലെ വാട്ടർ കണ്ടൻറ്റ് ഏകദേശം മാറി കിട്ടും. ആ ഒരു പാകമാകുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സെയിം പാത്രത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഇത് കരിഞ്ഞു പോകും. ഞാൻ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലോട്ട് കംപ്ലീറ്റ് തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്നിത് പൊടിച്ചെടുക്കണം. അതായത് അരഞ്ഞു പോവരുത്. ചെറിയ ചെറിയ തരികളോട് കൂടി തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാകും. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള സ്റ്റെപ്പിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ളതാണെങ്കിൽ ഇതുവരെയുള്ള സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഓൾറെഡി നമ്മൾ കോക്കനട്ട് റോസ്റ്റ് ചെയ്തെടുത്ത പാൻ തന്നെ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് സെയിം പാനിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. നെയ്യുടെ അളവ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ കുറച്ചിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യിൽ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. വെള്ളം അല്ലെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഓൾമോസ്റ്റ് ഞാനിവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നല്ല മധുരം വേണ്ടവർക്ക് 3 to 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോക്കനട്ട് വീണ്ടും ലൂസായി വരും. ഷുഗർ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മിൽക്ക് പൗഡറാണ്. ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിൽക്ക് പൗഡറും ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലഡുവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ലഡുവിൻ്റെ ഷേപ്പിലോട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുള്ള കോക്കനട്ട് ലഡുവിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കമ്പൽസറി ഒന്നല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് എല്ലാം നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഒരു 2-3 സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിവാലി സീസൺ ആയതുകൊണ്ട് ഒരു സ്വീറ്റൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.